പ്രൈസ് ദി ലോർഡ്. ഈ യേശു എന്ന് പറയുമ്പോൾ, ആത്മീക ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് മറ്റാർക്കുമില്ലാത്തൊരു വലിയ കത്തൽ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ആമേൻ. പറ്റുമെങ്കിൽ മാത്രം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞൊരു തീ ഉണ്ടായിരിക്കണം. ഉറക്കെ പറഞ്ഞ തീ ഉണ്ടായിരിക്കണം. ബൈബിള് വായിക്കുമ്പോൾ എല്ലാ വീടുകളിലും കർത്താവ് വെറുതെ ഇറങ്ങി പോകത്തില്ല. ചില വീടുകളുടെ മേൽ കർത്താവ് ഇറങ്ങി പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ബൈബിള് വായിക്കുമ്പോൾ ഈ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അബ്രഹാമിനൊരു വല്ലാത്ത എരിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഭാര്യയെ വേണ്ട, പിന്നെ മക്കളെ വേണ്ട. ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അബ്രഹാമിന് ഭയങ്കര ഒരു എരിവായിരുന്നു. ദൈവം, ഓ മൈ ഗാഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര എരിവ് അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വചനം പറയുന്നു, വർഷത്തിൽ ഒരിക്കലല്ല അബ്രഹാം ദൈവശബ്ദം കേട്ടത്. അബ്രഹാം അടിക്കടി ദൈവശബ്ദം കേൾക്കുമായിരുന്നു. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. അതുമാത്രമല്ല, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ അടിക്കടി ദൂതന്മാർ വരുമായിരുന്നു. സ്തോത്രം, കമോൺ, ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അടുത്തുള്ള വല്ല പൂച്ചയും കയറി വരുമായിരിക്കാം. പക്ഷേ അബ്രഹാമിന്റെ വീട്ടിൽ ആര് വരുമായിരുന്നു? ദൂതന്മാര് വരുമായിരുന്നു. പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. കാരണം അബ്രഹാമിന് ദൈവം എന്ന് പറയുമ്പോൾ ഭയങ്കര എരിവുള്ളവനായിരുന്നു. ഈ മീറ്റിംഗിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, എരിവുള്ളവൻ നശിച്ചു പോകത്തില്ല. നീ എരിവുള്ളവനാണോ? നിന്റെ തലമുറ ഇന്ന് ആരാധിക്കാത്തവരായിരിക്കാം, പക്ഷെ നാളെ അവർ നിന്നെക്കാൾ ഫ്രണ്ടിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി മാറും. കാര്യം, എരിവുള്ളവന്റെ അകത്തുനിന്ന് വരുന്ന വിത്ത്, എരിവുള്ളവന്റെ അകത്തുനിന്ന് വരുന്ന വിത്ത് അത് തലമുറയും കൂടെ എരിവുള്ളവരാക്കി മാറ്റും. വിശ്വസിക്കുന്നവര് മാത്രം. Come on, somebody say hallelujah.